കേരളത്തിലെ മുഖ്യധാരാ മുന്നണികൾ എസ്.ഡി.പി.ഐ, വെൽഫെയർ പാർട്ടി തുടങ്ങിയ കക്ഷികളുമായി തിരഞ്ഞെടുപ്പ് കാലത്ത് പുലർത്തുന്ന തന്ത്രപരമായ ബന്ധവും അനന്തരമുള്ള വർഗീയ ആരോപണങ്ങളും രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് എത്രത്തോളം നിരക്കുന്നതാണ്. സമാന ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്ന മുസ്ലിം ലീഗ് തന്നെ മറ്റു മുസ്ലിം സംഘടനകൾക്കെതിരെ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നതിലെ വൈരുദ്ധ്യത്തെ എങ്ങനെ കാണുന്നു? ഫാസിസ്റ്റ് വെല്ലുവിളികൾ നിലനിൽക്കുന്ന കാലത്ത് മുസ്ലിം സംഘടനകൾ പരസ്പരം തീവ്രവാദം ആരോപിക്കുന്നത് രാഷ്ട്രീയമായി തിരിച്ചടിയാവില്ലേ? മറ്റ് സാമുദായിക പാർട്ടികളേക്കാൾ കൂടുതൽ മുസ്ലിം സംഘങ്ങൾ മാത്രം ഇത്തരത്തിൽ പ്രതിക്കൂട്ടിലാക്കപ്പെടുന്നതിന് പിന്നിൽ കേരളത്തിലെ പൊതുബോധത്തിലുള്ള ഇസ്ലാമോഫോബിയ കാരണമാകുന്നുണ്ടോ? തീർച്ചയായും പൊതുബോധത്തിലുള്ള ഇസ്ലാമോഫോബിയ മുസ്ലിം സംഘടനകൾക്കെതിരെയുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ കാര്യത്തിലും സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. വ്യത്യസ്ത ലക്ഷ്യങ്ങളോടെ വ്യത്യസ്ത ഉദ്ദേശങ്ങളോട് സ്ഥാപിതമായിട്ടുള്ള മുസ്ലിം പാർട്ടികൾ ഓരോന്നും ഓരോരോ ലക്ഷ്യത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ചു തന്നെ തങ്ങളുടെ ലക്ഷ്യവും ഉദ്ദേശ്യവുമല്ല മറ്റു പാർട്ടിക്കെന്ന് കാണുമ്പോൾ ആ സംഘടനകൾക്കിടയിൽ വിയോജിപ്പുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. അത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഇതിനു മുൻപ് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തും ഉയർന്നു വന്നത് വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരോപണവും ആക്ഷേപവും രണ്ട് മുന്നണികളും തരംതിരിഞ്ഞു നടത്തിയ വാഗ്വാദങ്ങളും വിവാദങ്ങളുമാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എസ്.ഡി.പി.ഐ രണ്ട് കക്ഷിയും ഈ രണ്ട് കക്ഷികളെ സംബന്ധിച്ചും രണ്ട് മുന്നണിയുമായുള്ള ബന്ധം എന്ന നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് പാർട്ടികളെ സംബന്ധിച്ചുള്ള ആരോപണങ്ങളും തർക്കങ്ങളും നടന്നത്. എസ്.ഡി.പി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ പിന്തുണ നൽകുന്നു എന്ന നിലക്ക് വന്നപ്പോൾ അവരുടെ വോട്ട് വേണ്ടെന്ന് നമ്മൾ പറയില്ല എന്ന് ഒരു മുന്നണിയും, മറുമുന്നണി അത് വർഗീയ പാർട്ടികളുടെ വോട്ടാണ് എന്ന ആരോപണവും, അതേപോലെ തന്നെ ഈ മുന്നണി വെൽഫെയർ പാർട്ടി വർഗീയ പാർട്ടിയാണ്, അതിൻ്റെ പിന്തുണ സ്വീകരിച്ചാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അവർ വിജയം വരിച്ചത്, ഈ തെരഞ്ഞെടുപ്പിലും ആ ബന്ധം അവർ വിട്ടിട്ടില്ല, അത് വർഗീയ പാർട്ടികളോടുള്ള ബന്ധവുമാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഇത് സംബന്ധിച്ച് നടന്നിട്ടുള്ളത്. നമുക്കറിയാം, ഈ രണ്ടു പാർട്ടികൾ വർഷങ്ങളായി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. അതേപോലെ ബാബരി മസ്ജിദ് പ്രശ്നത്തിൻ്റെയും അതേ രീതിയിൽ പഴയ കാലത്ത് മുസ്ലിം സ്ഥാപനങ്ങൾക്കെതിരെ, പള്ളികൾക്കെതിരെ, ഈദ്ഗാഹുകൾക്കെതിരെ, പല പഴയ സാംസ്കാരിക കേന്ദ്രങ്ങൾക്കുമെതിരെ വർഗീയ നിലയിലുള്ള ആക്രമണവും മുന്നേറ്റവും ബഹളങ്ങളും രഥയാത്രകളും മറ്റു പല പല പരിപാടികളും ഹിന്ദു വർഗീയ മുന്നണി തന്നെ പറയുന്നത് ഹിന്ദു വർഗീയ പാർട്ടികൾ ധാരാളം ചേർന്നിട്ടുള്ള പല പേരിലുള്ള മുന്നണികൾ പലതും നടത്തിയ കാലത്ത് ഇതിൻ്റെ പ്രതികരണമായി ഉരുത്തിരിഞ്ഞ മുസ്ലിം പ്രതിരോധ രാഷ്ട്രീയം ഹിന്ദു വർഗീയതയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു പാർട്ടി എന്ന നിലയിൽ NDF-ഉം പിന്നീട് പോപ്പുലർ ഫ്രണ്ടുമായി മാറിയിട്ടുള്ള സംഘം രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കാനും തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനും വോട്ടുകൾ നേടാനും
രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും വേണ്ടി രൂപീകരിച്ചിട്ടുള്ളതാണ് SDPI. സ്വാഭാവികമായും ജമാഅത്തെ ഇസ്ലാമിയോട് വിരോധമുള്ളവർ വെൽഫെയർ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടിയെ എതിർക്കും. NDF-നോടും പോപ്പുലർ ഫ്രണ്ടിനോടും വിരോധമുള്ളവർ, അതിൻ്റെ അസ്തിത്വത്തോടും ലക്ഷ്യത്തോടും വിരോധമുള്ളവർ അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ SDPIയും എതിർക്കും, സ്വാഭാവികമായും എതിർക്കും. ഇത് രണ്ടിനെയും വർഗീയമായി കാണുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ രണ്ട് പാർട്ടിയുടെയും പ്രവർത്തനങ്ങൾ നോക്കിയല്ല. ഹിന്ദു വർഗീയ സംവിധാനം, മുന്നണി, വലിയ വലിയ പാർട്ടികൾ ചേർന്ന് കുറച്ചു കാലമായി ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന വർഗീയ തരത്തിലുള്ള ഭിന്നിപ്പിക്കലിൻ്റെയും മുസ്ലിങ്ങളെ വേർതിരിച്ച് കണ്ട് മുസ്ലിങ്ങൾക്കെതിരെ കോപ്പുകൂട്ടുന്നതിൻ്റെയും അടിസ്ഥാനത്തിൽ അതിനെതിരെ പ്രതികരണമായി ഉരുത്തിരിഞ്ഞതാണ് SDPIയുടെ അടിസ്ഥാന പാർട്ടിയായ NDF-ഉം പോപ്പുലർ ഫ്രണ്ടുമൊക്കെ. അവർ ഉദ്ദേശിക്കുന്നതും ഹിന്ദു വർഗീയ പാർട്ടികളിൽ നിന്നുണ്ടാകുന്ന മുസ്ലിം വിരുദ്ധ നീക്കങ്ങളെ പ്രതിരോധിക്കുക എന്ന നിലയ്ക്ക് ഒരു പ്രതിരോധ രാഷ്ട്രീയം എന്നതാണ് അവരുദ്ദേശിച്ചതും രൂപീകരിക്കുമ്പോഴുള്ള ലക്ഷ്യം. ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിൽ യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പിനുമെല്ലാം മുസ്ലിങ്ങൾ ഇറങ്ങേണ്ടതും ഇസ്ലാമിന് പ്രത്യേക രാഷ്ട്രീയമുണ്ടെന്നു തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു പാർട്ടി. അതിന് സാഹചര്യം ഒരുങ്ങുമ്പോൾ അവരുണ്ടാക്കിയ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന രീതിയിലുള്ള അംഗീകാരം നേടിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. ഈ രണ്ട് പാർട്ടികളും നമ്മളിപ്പോൾ കാണുന്ന വർഗീയ പാർട്ടികളും വർഗീയ ചിന്തക്കാരും വർഗീയ മുന്നണികളും നടത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതല്ല ഇവരുടെ സ്വഭാവം എന്ന് നമുക്കറിയാം. എന്നിട്ടും എല്ലാവരും വർഗീയ പാർട്ടിയായി കാണുന്ന രണ്ട് മുന്നണികളും കടുത്ത വർഗീയവും കടുത്ത ഭിന്നിപ്പും സൃഷ്ടിക്കുന്നു എന്ന് പ്രത്യേകമായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന BJPക്കെതിരെ ആ BJPയെ എതിർക്കുമ്പോൾ തട്ടൊപ്പിക്കാൻ വേണ്ടി ഒരു മുസ്ലിം പാർട്ടിയെ കിട്ടാൻ പ്രത്യേകം തങ്ങൾക്ക് അപ്പുറമുള്ളവർ സ്വീകരിക്കുന്ന പാർട്ടിയെ വർഗീയ പാർട്ടിയായി ചിത്രീകരിക്കുന്നു. UDF-ഉമായി ബന്ധമുള്ള വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി ആയിക്കൊണ്ട് തന്നെ LDF-ഉമായി ബന്ധമുണ്ടായിരുന്ന കാലത്തില്ലാത്ത വർഗീയതയുടെ ആരോപണമാണ് UDF-ഉമായി ബന്ധപ്പെടുമ്പോൾ ഈ പാർട്ടിക്കെതിരെ ഉണ്ടായത്. മറുഭാഗത്ത് SDPI കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ SDPI സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ള സ്ഥലങ്ങളല്ലാത്തിടങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഇടതുപക്ഷ മുന്നണിയെ പിന്തുണക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അത് വാസ്തവത്തിൽ രാഷ്ട്രീയപരമായ ചില അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാരണങ്ങളുടെയും വാഗ്വാദങ്ങളുടെയും വാക്തർക്കങ്ങളുടെയും പേരുണ്ടായിത്തീരുന്ന ഒന്നായാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ആ പാർട്ടിയെ മറുപക്ഷം, അതായത് ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയ പാർട്ടിയാക്കുന്ന അവർക്ക് മറുപക്ഷത്താണ് SDPI നിലകൊള്ളുന്നത്. അതുകൊണ്ട് SDPയെ വർഗീയ പാർട്ടിയായി ചിത്രീകരിച്ചെന്നുള്ള പ്രചാരണം, ഇതാണ് ഇവിടെ നടന്നത്. ഇത് രണ്ടു കക്ഷിയും വർഗീയ പാർട്ടികൾ എന്ന നിലയിൽ കാണാൻ പറ്റുന്ന രീതിയിലല്ല, പക്ഷേ ഇസ്ലാമോഫോബിയ എന്ന ആ രീതിയിലുള്ള ഇസ്ലാം ഭീതി പരത്തലിൻ്റെ ഭാഗമായി മുസ്ലിങ്ങളുള്ള കക്ഷികളിൽ എന്തെങ്കിലും നിലക്ക് പറയാൻ ആരെ കിട്ടുമോ എന്ന് ചാൻസ് നോക്കിക്കൊണ്ട് പറയുന്ന കൂട്ടത്തിൽ ഈ രണ്ട് പാർട്ടിക്കെതിരെ വരുന്ന വിമർശനങ്ങൾ നിഷ്പക്ഷമായി തന്നെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. കൂട്ടത്തിൽ രണ്ട് മുന്നണികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് സ്വാഭാവികമായും മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ അവകാശങ്ങളൊക്കെ നേടിക്കൊടുക്കാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചും ഭരണത്തിൽ പങ്കാളിത്തം വഹിച്ചും രാഷ്ട്രീയത്തിൽ പരമാവധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് തന്നെ മതേതരത്വത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കുക എന്നുള്ള നിലപാടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ നിലക്ക് മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ അവകാശങ്ങളെ രാഷ്ട്രീയമായി തന്നെ സംഘടിച്ചുകൊണ്ട്
ഭരണപങ്കാളിത്തം വഹിച്ചുകൊണ്ട് അതിനായി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് ഇക്കാലം അത്രയും ഈ പാർട്ടി നടത്തിയിട്ടുള്ളത്. പക്ഷേ സ്വാഭാവികമായും രാജ്യത്തെ ഭരണഘടനയും നിയമങ്ങളും എല്ലാം അനുസരിക്കുന്ന രീതിയിൽ, അതെല്ലാം സ്വീകരിക്കുന്ന രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു സമുദായ പാർട്ടി എന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മതേതര രാഷ്ട്രീയ പാർട്ടി എന്ന സ്വഭാവത്തിലേക്ക് തന്നെ ചിലപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളും മാറിപ്പോകുന്നുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിൽ, തീർത്തും മതേതരത്വം പ്രകടമാക്കുന്ന രീതിയിലും മതസൗഹാർദ്ദത്തിൻ്റെ ഭാഷയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്, ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് തന്നെ ഇതിന് വിരുദ്ധമായ രീതിയിൽ, അവർ പ്രവർത്തിക്കുന്നതിന് വിരുദ്ധമായ രീതിയിൽ പച്ചക്ക് അവർ പ്രവർത്തിക്കുന്നത് പോലെ സ്വൈരമായി പ്രവർത്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ മുസ്ലിം പ്രതിരോധം എന്ന നിലക്ക് SDPI മുന്നോട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ SDPIയുടെ രൂപീകരണക്കാരായ പോപ്പുലർ ഫ്രണ്ട് ഇപ്പം നിരോധിച്ചിട്ടുണ്ട്. NDFും ഇല്ല, പോപ്പുലർ ഫ്രണ്ടും ഇല്ല, ഇപ്പോൾ SDPI മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ പറയാം SDPI ചിന്തിക്കുന്നത്. മാത്രമല്ല, ഈ പ്രതിരോധ കാര്യം പച്ചക്ക് പകലിൽ പറയാൻ പറ്റുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി രാത്രിയിലെ യോഗങ്ങളിലും സ്വകാര്യ ക്ലാസ്സുകളിലുമൊക്കെ ആയിട്ട് പറയാൻ പറ്റുന്ന രീതിയിലാണ് ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഇത് രൂപീകരിച്ചാണ് മുതൽ നടന്നു വരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് പട്ടാപ്പകലും സ്വൈരമായി സാധാരണ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് മുസ്ലിം ലീഗ്. അത് രണ്ടും തമ്മിൽ സ്വാഭാവികമായും എതിരുണ്ടാകും. ആ നിലക്ക് മുസ്ലിം ലീഗ് SDPI എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലൊന്നും പറയാനില്ല. SDPI മുസ്ലിം ലീഗിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞാലും ഒന്നുമില്ല. കാരണം മുസ്ലിം ലീഗിൻ്റെ ആ സ്വഭാവം പറ്റാത്തവരാണ് SDPI, SDPIയുടെ ഈ സ്വഭാവം പറ്റാത്തവരാണ് മുസ്ലിം ലീഗ്. അപ്പോൾ ആ നിലക്ക് രണ്ടു കക്ഷികളും അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കുകയും ഞങ്ങളുടെ നിലപാടാണ് ശരി, രാജ്യം ശരിവെച്ച നിലപാട് അതാണ്, രാജ്യത്തെ ജനങ്ങൾ ശരിവെച്ച നിലപാട് അതാണ് എന്ന നിലയിൽ മുസ്ലിം ലീഗ് പറയും. ഇപ്പോൾ ആവശ്യമായ അനിവാര്യമായ മുസ്ലിം പ്രതിരോധം എന്ന നിലയിൽ വർഗീയ കക്ഷികൾക്ക് ബദലായി പ്രത്യേകിച്ച് RSSന്റെ ഗൂഢതന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ തന്ത്രപരമായി നേരിടുക, അതിൻ്റെ നാണയത്തിൽ തന്നെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടികൾ കിട്ടുമോ എന്ന് നോക്കുന്ന ഒരു രീതിയാണ് SDPIയുടെ മാതൃസംഘടനയായ രൂപീകരണ സംഘടനയായ NDFും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ സ്വീകരിച്ചിരിക്കുന്നത്. അത് സ്വീകരിക്കാത്ത മുസ്ലിം ലീഗിന് അവരോട് എതിർപ്പ് കാണും. അതാണ് ഇപ്പോൾ ആവശ്യമുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഹിന്ദു വർഗീയതയെ തടയാൻ പറ്റൂ എന്ന് ചിന്തിക്കുന്ന SDPIക്ക് മുസ്ലിം ലീഗിനെയോടും എതിർപ്പുണ്ടാകും. ആ നിലക്കുള്ള എതിർപ്പുകളാണ് രണ്ടും. പക്ഷേ പരസ്പരം അറിഞ്ഞും ഉൾക്കൊണ്ടും മുസ്ലിം സംഘടനകൾ ഇന്നത്തെ പൊതുവിലുള്ള ഇസ്ലാമോഫോബിയക്ക് വിധേയമാകുന്ന രീതിയിലോ അതിൻ്റെ സ്വാധീനം പ്രകടമാകുന്ന രീതിയിലോ ഉള്ള അർത്ഥശൂന്യമായ വിമർശനങ്ങളൊക്കെ നിർത്തി ശരിയായ അർത്ഥത്തിൽ ഓരോ സംഘടനകളെയും വിലയിരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ എന്നാണ് നമ്മൾ കാണുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സംഘടനകൾ വ്യത്യസ്ത സ്വഭാവങ്ങളിലുള്ള സംഘടനകളാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 2 വിഭാഗം, കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ എന്നൊരു വിഭാഗം, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ, അതൊക്കെ സുന്നി സംഘടനകളാണ്. സുന്നി സംഘടനകൾക്കപ്പുറം നമ്മൾ ഈ ബിദഅത്ത് സംഘടനകൾ എന്ന് മനസ്സിലാക്കുന്ന മുജാഹിദ് സംഘങ്ങളും ജമാഅത്തെ ഇസ്ലാമി സംഘങ്ങളും അതുപോലുള്ള സംഘങ്ങളുമൊക്കെ അവരവരുടെ രീതിയിൽ പ്രവർത്തിച്ചുകൂടി. ഇതൊക്കെ വ്യത്യസ്ത ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടെ സംഘടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കക്ഷികളാണ്. രാഷ്ട്രീയത്തിൽ പരസ്യമായി ഇറങ്ങുന്ന സ്വഭാവം ഈ പാർട്ടികൾക്കൊന്നുമില്ല എന്നതുകൊണ്ട് ഇതൊക്കെ മതസംഘടനകളായി വിലയിരുത്തപ്പെടുകയും മതസംഘടനകളായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മതസംഘടനകൾ എന്ന നിലക്ക് വിയോജിപ്പുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഞങ്ങളാണ് ശരി, നമ്മളാണ് ശരി, നമ്മുടെ സംഘമാണ് പൂർണ്ണമായും ശരി എന്ന അർത്ഥത്തിൽ ഓരോ സംഘവും സ്വന്തത്തെ ന്യായീകരിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അപരരെ തെറ്റിതിരുത്തുകയും അത് ശരിയല്ല എന്ന് പ്രത്യേകം ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേ രീതിയിൽ തന്നെയാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകളും ചെയ്യേണ്ടത്. അവർ ഓരോരോ സംഘടനകളും അവരവരുടെ സംഘങ്ങൾ എന്തിനു വേണ്ടി രൂപീകരിച്ചുവോ അതിനെ ന്യായീകരിക്കുകയും അതിനെ സമർത്ഥിക്കുകയും അതിൻ്റെ ലക്ഷ്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ഇതിന് വിരുദ്ധമാണ് മറ്റേ പാർട്ടികൾ എന്ന് പറയുകയും ചെയ്യുക എന്ന രീതിയിൽ സംഘടനകളെല്ലാം
അതത് സംഘടനകളെ സ്വന്തം മനസ്സിലാക്കി അപര സംഘടനകളുടെ തെറ്റുകൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതിയിലെ ഗുണപരമായ, അർത്ഥവത്തായ, ശരിക്കും കാലഘട്ടത്തിന് യോജിച്ച, എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങളും പഠനങ്ങളും പരസ്പരമുള്ള സ്വന്തത്തിൻ്റെ നിലനിൽപ്പിനെ ന്യായീകരിക്കുന്ന കാരണങ്ങളുമൊക്കെ നിരത്തിക്കൊണ്ടാണ് എല്ലാ സംഘടനകളും പ്രവർത്തിക്കേണ്ടത്. ആശാസ്യമായ രീതിയിൽ എല്ലാ സംഘങ്ങളും അങ്ങനെ മുന്നോട്ട് നീങ്ങുക എന്നതിലുപരി തങ്ങൾക്കെതിരെ അപ്പുറം പറയുമ്പോൾ വർഗീയ പാർട്ടിയായി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരെയാ തിരഞ്ഞെടുക്കേണ്ടി എന്ന് പറഞ്ഞ് ഒന്ന് ഉയർത്തി കാണിച്ചുകൊണ്ട് ആ ഒരു സംഘം വർഗീയ സംഘടനയാണ് എന്ന് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങളിലും ഉണ്ട് അങ്ങനെ വർഗീയ സംഘടന, വർഗീയമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ എന്ന ധാരണ വെറുതെ പരക്കുകയാണ്. വാസ്തവത്തിൽ നമ്മൾ വർഗീയതയെക്കുറിച്ച് കഴിഞ്ഞ പല തവണകളിലുള്ള നമ്മുടെ ഈ സമകാലികം പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതര വിഭാഗത്തെയും ഇതര സമുദായത്തെയുമൊക്കെ നോക്കിക്കൊണ്ടും അവരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാനും അവരെ അതിജയിക്കാനും നോക്കിക്കൊണ്ടുള്ള രീതിയിൽ പോകുമ്പോഴാണ് വർഗീയത എന്ന് പറയുന്നതും അങ്ങനെ വീർക്കേണ്ടതൊക്കെ. എന്നല്ലാതെ സ്വന്തത്തിൻ്റെ ലക്ഷ്യത്തിനനുസരിച്ച് കൊണ്ടോ സ്വന്തത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടോ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി സംഘടിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് സമുദായ പാർട്ടികളായാലും ഒരു വിധത്തിലും അത് തെറ്റല്ല. ഈ രാജ്യം അംഗീകരിക്കുന്നതാണ്, സമൂഹവും അംഗീകരിക്കുന്നതാണ്. ഇവിടെ ഏതെല്ലാം ഹിന്ദു സമുദായത്തിലെ സമുദായ സംഘടനകളുണ്ട്. ആ സംഘടനകളെക്കുറിച്ചൊന്നും പെട്ടെന്ന് വർഗീയത എന്നറിയാറില്ലല്ലോ. അതിൽ ചില നേതാക്കൾ വർഗീയതകൾ വിളമ്പുമ്പോൾ അത് വർഗീയമാണ് എന്ന് എല്ലാവർക്കും തിരിയും. അങ്ങനെ പറയുന്നത് ഒറ്റപ്പെട്ട് ആ നേതാക്കളുടെ പ്രസ്താവനകളെയാണ്. ആ പാർട്ടി, ആ സംഘടന വർഗീയ സംഘടനയാണ്, ഈ വർഗീയ സംഘടനയാണ് എന്ന് ഇവിടെ SNDPയെ കുറിച്ചോ NSSനെ കുറിച്ചോ അതുപോലുള്ള സാമുദായിക സംഘടനകളെക്കുറിച്ചോ ഒന്നും പറയാറില്ല. അതൊന്നും വർഗീയ പാർട്ടി എന്നുള്ള രീതിയിൽ വിലയിരുത്താറുമില്ല. അതേ നയം തന്നെ വാസ്തവത്തിൽ മുസ്ലിം സംഘടനകളും സ്വീകരിക്കേണ്ടതുണ്ട്. മുസ്ലിം സംഘടനകളെ നിരക്ക് മുന്നണികൾ പിന്നെ വോട്ട് കിട്ടുന്നതിൻ്റെ സ്ഥിതിക്കനുസരിച്ചൊക്കെ എങ്ങനെയാണ് പറയേണ്ടതെങ്കിൽ അതുപോലെ പറയുമ്പോൾ മറിച്ചുള്ള മുന്നണി അതിൻ്റെ മറുപടിയും പറയും. അത് സ്വാഭാവികമായ രീതിയിൽ അങ്ങനെ പോയിക്കൊള്ളും. മുസ്ലിം സംഘടനകൾ പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും അംഗീകരിക്കാവുന്നിടത്തോളം അംഗീകരിച്ചും പരമാവധി രാജ്യത്തിൻ്റെ സ്വഭാവവും രാജ്യത്തെ ഇന്നത്തെ വർഗീയതയുടെ ഈ ആഴത്തിലുള്ള വേരോട്ടവും സ്വാധീനവുമൊക്കെ പ്രത്യേകം മനസ്സിലാക്കി അതിനെ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കാത്ത വിധം, ഭിന്നിപ്പുണ്ടാക്കാത്ത വിധം, സമുദായങ്ങളെ തമ്മിൽ അകറ്റാത്ത വിധം, അതിന് പറ്റുന്ന തരത്തിലുള്ള ആരോപണങ്ങളിലൊന്നും ഇടപെടാതെ സംഘങ്ങളെ മാനിച്ചും പരസ്പരം ബഹുമാനിച്ചുമാണ് പ്രവർത്തിക്കേണ്ടതെന്നാണ് നമ്മുടെ പക്ഷം. ആ രീതിയിൽ പ്രവർത്തിക്കാൻ അല്ലാഹു തആല മുസ്ലിം സംഘടനകൾക്ക് തൗഫീഖ് നൽകട്ടെ.